السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള അബ്ദുല്ലാഹിബ്നു അമീറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ഇന്നത്തെ ചർച്ചക്കെടുക്കുന്ന വിഷയം. ഇമാം അഹ്മദ് അതുപോലെ തബറാനി റളിയല്ലാഹു അൻഹുമ അവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ബഹുമാനമുള്ള അബ്ദുല്ലാഹിബ്നു അമീറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ദഖല അലാ ജാബിർ റളിയല്ലാഹു അൻഹു നഫറും മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കളിൽപ്പെട്ട ഒരു ചെറിയ സംഘം കടന്നു വരുന്നു. വിരുന്നുകാരായിട്ടാണ് അവർ വന്നത്. ഫഖദ്ദമ ഇലൈഹിം ഖുബ്സൻ, മഹാനവറുകൾ അവരുടെ അരികിലേക്ക് ഖുബ്സ് പത്തിരി വെച്ചു, പത്തിരിയെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. വഖല്ലൻ, അതിലേക്കൊരു കൂട്ടാനി എന്ന നിലക്ക് സുർക്കയും വെച്ചു കൊടുത്തു. ഫഖാല, എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുലു, നിങ്ങൾ ഭക്ഷിച്ചോളൂ. ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടിട്ടുണ്ട്, യഖൂലു പറയുന്നത്, നിഅമൽ ഇദാമു അൽ ഖല്ലു, സുർക്ക നല്ലൊരു കൂട്ടാനാണ്. ഗ്രാമർ അനുസരിച്ച് അർത്ഥം വെക്കുമ്പോൾ ഒരു പ്രത്യേക അർത്ഥമാണ്. ഈ പ്രയോഗം മറ്റു ഭാഷകളിൽ ഇല്ല. നിഅമൽ ഇദാമു, ലോകത്തുള്ള എല്ലാ കൂട്ടാനും നല്ലതാണ്. അങ്ങനെ പറയാനുള്ള കാരണം അൽ ഖല്ലു, കൂട്ടാനിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് സുർക്ക. എന്ന് വെച്ചാൽ ഖല്ല്, സുർക്കയാണ് ഏറ്റവും മുന്തിയ കൂട്ടാൻ എന്ന ആശയം വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രയോഗമാണ് നിഅമൽ ഇദാമു അൽ ഖല്ലു എന്നത്. സാധാരണ ഗ്രാമറിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്ന ഒരു ഉദാഹരണം, നിഅമർ റജുലു സെയ്ദുൻ, സെയ്ദ് നല്ലൊരു മനുഷ്യരാണ് എന്നാണ് അതിന്റെ ആശയം. പക്ഷെ അർത്ഥം വെക്കുമ്പോൾ നിഅമർ റജുലു, പുരുഷവർഗം എല്ലാവരും വളരെ നല്ലവരാണ്. സെയ്ദുൻ, എല്ലാ പുരുഷന്മാരും നല്ലവരാണെന്ന് പറയാനുള്ള കാരണം, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് സുപരിചിതനായ സെയ്ദ് എന്ന വ്യക്തിയുണ്ട്. അതിനാൽ അദ്ദേഹത്തിന്റെ നന്മ ലോകത്തെല്ലാവർക്കും വീതിച്ചു കൊടുത്താൽ ലോകത്തുള്ള എല്ലാവരും നല്ലവരാണെന്ന് പറയാൻ മാത്രം അദ്ദേഹത്തിന് നന്മയുണ്ട് എന്നുള്ള ഒരു അതിശയോക്തി നിറഞ്ഞ വിശാലമായ ഒരു മദ്ഹിന്റെ അർത്ഥം വരുന്ന പ്രയോഗമാണ് നിഅമ. ഇവിടെ അർത്ഥം നിഅമൽ ഇദാമു അൽ ഖല്ലു, സുർക്ക നല്ലൊരു കൂട്ടാനാണ് എന്ന് റസൂൽ പറയുന്നത് ബഹുമാനമുള്ളവർ ഉദ്ധരിക്കാൻ, ഇന്നഹു, നിശ്ചയമായും, ഹലാക്കും ബിർ റജുലി, ഒരു മനുഷ്യരിൽ വന്നെത്തുന്ന നാശമാണ്, അയ്യദ്ഖുല ഇലൈഹി നഫറു മിൻ ഇഖ്വാനിഹി, ആ മനുഷ്യന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു ചെറിയ സംഘം അവരിലേക്ക് കടന്നു വരൽ. എന്നിട്ടോ ഫയഹ്തഖിറ മാ ഫീ ബൈതിഹി, ആ ആതിഥേയനായ വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കാര്യത്തെ നിസ്സാരമായി കാണുക, അയ്യുഖദ്ദിമ ലഹിം, അവരിലേക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നതിന് നിസ്സാരത്തരം തോന്നി അവർക്ക് കൊടുക്കാതിരിക്കുക. ഇതൊരു മനുഷ്യന്റെ വല്ലാത്തൊരു നാശമാണ്, അവനിലേക്ക് വന്നു തെച്ചേരുന്ന നാശമാണ്. എന്നാൽ അവ ഹലാക്കും ബിൽ ഖൗമി, ജനങ്ങളിലുള്ള നാശമാണ്. എന്ന് വെച്ചാൽ ജനങ്ങളിൽ വന്നെത്തുന്ന ഒരു നാശമാണ്. അയ്യഹ്തഖിറു മാ ഖുദ്ദിമ ലഹിം, അവരിലേക്ക് മുന്തിക്കപ്പെട്ടതിനെ നിസ്സാരമായി കാണൽ. അപ്പൊ വിരുന്നുകാർ നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമ്മൾ വീട്ടിലുള്ള ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങൾ വീട്ടിലുണ്ട്, പക്ഷേ ഇതെങ്ങനെ അവൾക്ക് കൊടുക്കുക എന്നൊരു മടിയുണ്ടെങ്കിൽ ആ മടുപ്പ് ഒരു മനുഷ്യൻ്റെ മോശപ്പെട്ട സ്വഭാവമാണത്, ഒരു നാശമാണത്. ഇനി അങ്ങനെ ഒരു സ്ഥലത്ത് വിരുന്ന് പോയിട്ട് ആ വീട്ടുകാർ അവിടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾക്ക് തന്നാൽ, ഞാനിപ്പോൾ ഈ വിരുന്ന് വന്നിട്ട് ഇവലിപ്പോൾ ഇതാണല്ലോ എൻ്റെ മുന്നിൽ വെച്ച് നിൽക്കുന്നത്, എത്ര പേർക്കൊരു കഥല്ലേ എന്ന രൂപത്തിൽ ചിന്തിക്കുന്നതും പറയുന്നതും നമുക്കത് നാശമുണ്ടാകാൻ കാരണമാകുന്നതാണെന്നാണ് ബഹുമാനമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അത് ജാബിർ റളിയല്ലാഹു അൻഹു ആ സ്വഹാബത്തിനും നമ്മോടും ഉണർത്തുകയും ചെയ്യുന്നത്. ഇത് ഇമാം അഹ്മദ് അതുപോലെ തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ജനങ്ങളോടുള്ള മര്യാദകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ദീനാണ് നമ്മുടെ ഇസ്ലാം മതം. മാന്യ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സമ്പൂർണ്ണമാക്കുന്നതിനാണ് എന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വരെ ഒരു ഹദീസിലുണ്ട്. എന്ന് വെച്ചാൽ ബുഇസ്തു ലിഉതമ്മിമ മഹാരിമൽ അഖ്ലാഖ്, നല്ല പെരുമാറ്റങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് എന്നെ അയക്കപ്പെട്ടത്. അപ്പൊ നല്ല സ്വഭാവം ജനങ്ങളിൽ വ്യാപിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു വലിയ ലക്ഷ്യമാണ്. പ്രകൃതിപരമായ സൽസ്വഭാവത്തിന് അള്ളാഹുവിൽ വലിയ പദവിയും പരലോകത്ത് വലിയ പുണ്യവുമുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ ധാരാളമുണ്ട്. ഹുസ്നുൽ ഖുലുഖി ഖുലുഖുല്ലാഹിൽ അഅ്ളം, സൽസ്വഭാവം അള്ളാഹുവിൻ്റെ അതിമഹത്തമായ ഒരു ഗുണമാകുന്നു എന്നൊരു ഹദീസുണ്ട്. ഇനി ദുസ്വഭാവത്തെക്കുറിച്ച് ഇതിന് നേർ വിപരീതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദുസ്വഭാവം മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്ന്. അത് സൂഉൽ ഖുലുഖി ദംബുൻ ലാ യുഗ്ഫർ, മോശം സ്വഭാവം പൊറുക്കപ്പെടാത്തൊരു തെറ്റാണ്, കുറ്റമാണ്. നമ്മുടെ വീട്ടിലേക്കോ മറ്റോ നമ്മൾ ക്ഷണിക്കാതെ കടന്നു വരുന്ന മാന്യന്മാരാണല്ലോ അതിഥികൾ. അവരെ ഇരുത്തുക, അതായത് ഇരിക്കാൻ നല്ല സൗകര്യം ചെയ്തു കൊടുക്കുക, വിരുന്നൂട്ടുക, അവരെ കൂടെ താമസിപ്പിക്കുക പോലെയുള്ള ആദ്യത്തെ മര്യാദകളെല്ലാം ഒരു വിരുന്നുകാരെ സൽക്കരിക്കുന്നതിൻ്റെ പാരമ്പര്യ സമ്പ്രദായങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ പലപ്പോഴും നമുക്ക് മനപ്രയാസം ഉണ്ടാകാറുണ്ട്. പലരും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് എന്തെങ്കിലും വിരുന്നുകാർക്ക് നൽകാൻ അവർ വരുന്ന സമയത്ത് നമുക്ക് വലിയ ലജ്ജയാണ്. അവരെ മാനിച്ചില്ലെന്ന് ധരിച്ചേക്കുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ടാവും. ഒരു പക്ഷേ ആ വന്ന വിരുന്നുകാർ അങ്ങനെ കരുതുകയും ചെയ്തേക്കാം. ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കൂട്ടക്കാരെയും ഉപദേശിക്കുകയാണ്, രണ്ട് കൂട്ടക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഈ ഹദീസ് ഒരു പരിഭാഷ രൂപത്തിൽ വിശാലമായിട്ട് ഒന്നുകൂടി മുഴുവനായിട്ടും ഞാൻ മലയാളത്തിൽ പറയാം. അബ്ദുല്ലാഹി ബിൻ അമീറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു ചെറിയ സംഘം ജാബിർ റളിയല്ലാഹുവിൻ്റെ അരികിൽ കടന്നു വന്നു. അദ്ദേഹം അവർക്ക് റൊട്ടിയും സുർക്കയും മുന്നോട്ട് വെച്ചു കൊടുത്തു. തുടർന്ന് മഹാൻ പറഞ്ഞു, നിങ്ങൾ തിന്നുവിൻ, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല കൂട്ടാനാണ് സുർക്ക. തീർച്ചയായും ഒരാളുടെ അടുക്കൽ തൻ്റെ സഹോദരന്മാരിൽ ഒരു സംഘം കടന്നു വരലും അവർക്ക് തൻ്റെ വീട്ടിലുള്ളത് എന്താണെങ്കിൽ അത് മുന്നോട്ട് വെച്ചു കൊടുക്കാൻ കൊള്ളില്ലെന്ന് നിസ്സാരമായി തോന്നലും അയാളിൽ വരുന്ന കടുത്ത നാശമാണ്. തങ്ങൾക്ക് മുന്നോട്ട് വെച്ച് തരുന്നത് നിസ്സാരമായി ഗണിക്കൽ ആഗതരാകുന്ന വിരുന്നുകാർക്ക് അവർക്ക് വന്നെത്തുന്ന വലിയ നാശവുമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല കൂട്ടാനാണ് സുർക്ക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെന്ന യഥാർത്ഥത്തിൽ റൊട്ടി ഹുബൂസ് പോലെയുള്ളതൊക്കെ ഭക്ഷിക്കുമ്പോൾ ഉപയോഗിക്കുന്ന കൂട്ടാനുകളിൽ താരതമ്യേന ഒരു താഴ്ന്ന ഒരു കൂട്ടാനാണ് സുർക്ക. ഉയർന്ന കൂട്ടാനായിട്ട് പറയാറുള്ളത് ഇറച്ചിയാണ്. കൂട്ടാൻ കൂടത്തിൽ
സയ്യിദുൽ ഉദും എന്ന പേരിൽ അറിയപ്പെടുന്നത് മാംസമാണ്. അപ്പൊ ഏറ്റവും നല്ല കൂട്ടാൻ എന്ന് പറഞ്ഞത് ഏറ്റവും നല്ലത് യഥാർത്ഥത്തിൽ മാംസമായിരിക്കെ ബഹുമാനമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, മറ്റൊന്നും ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കൂട്ടാനാണ് സുർക്ക, അതുപോലെ ഉപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിനെ ഒരിക്കലും അതിഥികൾ നിസ്സാരമായി കാണാൻ പാടില്ല. മറ്റൊന്നുമില്ലെങ്കിൽ ഇത് അതിഥികൾക്ക് മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നത് നിസ്സാരമായി കാണാൻ പാടില്ല. എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രതിഫലാർഹമായ കാര്യമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. തുത്ഇമു തുഅമ വതഖറഉ സലാമ അലാ മൻ അറഫ്ത വമൻ ലം താരിഫ്. ഭക്ഷണം തീറ്റുകയും പരിചയമുള്ളവരും അല്ലാത്തവരുമായ എല്ലാ ആളുകൾക്കും ഒരു വിവേചനവുമില്ലാതെ സലാമു ചൊല്ലുകയും ചെയ്യുക എന്ന് അതിനോടനുബന്ധിച്ച് പറഞ്ഞതാണ് ഈ ഭക്ഷണം കൊടുക്കാൻ. ഒരാൾ തൻ്റെ സഹോദരൻ്റെ വയറ് നിറയുവോളം തീറ്റുകയും ദാഹം തീരുവോളം വെള്ളം കുടിപ്പിക്കുകയും ചെയ്താൽ അള്ളാഹു അയാളെ നരകത്തിൽ നിന്ന് 7 കിടങ്ങുകൾ ദൂരെയാക്കുമെന്നും അതിൽ ഓരോ 2 കിടങ്ങൾക്കുമിടയിൽ 500 വർഷത്തെ വഴിദൂരമുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നത് വളരെ അധികം പുണ്യമുള്ളൊരു കാര്യമാണ്. അത് വിരുന്നുകാർക്കാവുമ്പോൾ വലിയ മഹത്വം വർദ്ധിക്കും. വിരുന്നുകാർ വരുമ്പോഴും വീട്ടിലേക്കാരെങ്കിലും വരുമ്പോൾ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകൾ പ്രധാനമായ ഒരു കാര്യമാണ്. വിരുന്നുകാർ വന്നാൽ വീട്ടിലുള്ളത് അവർക്ക് കൊടുക്കണം. ആ കൊടുക്കുന്നതിൽ മോശമല്ലേ, നിസ്സാരമല്ലേ എന്ന് വിചാരിച്ച് കൊടുക്കാതിരിക്കരുത്. എന്തെങ്കിലും കിട്ടിയാൽ ഇതാണോ ഇപ്പോൾ ഇവർ തന്നത് എന്നുള്ളൊരു നിസ്സാരത്തരം നമുക്കതിലുണ്ടാകാനും പാടില്ല. തുടങ്ങിയ മര്യാദകളൊക്കെ പാലിക്കണം എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മര്യാദകളൊക്കെ ജീവിതത്തിൽ പകർത്തി നല്ല കുടുംബബന്ധം പുലർത്താൻ നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ